അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെട്ടെന്നൊരു ഓർഡർ വന്നാൽ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. കുറേ ആൾക്കുള്ള ഡൗട്ടല്ലേ നമ്മൾ ഓർഡറിൽ എങ്ങനെ എടുക്കുക, പെട്ടെന്ന് വന്നാൽ എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ മുട്ടമാല, ഫിഷ് ബിരിയാണി, ചിക്കൻ ഫ്രൈ ഇത്രയാണ് നമുക്കിന്ന് ഓർഡർ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ മസാല പുരട്ടി വെക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ചിക്കനെല്ലാം കുറച്ച് മസാല പിടിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് പെട്ടെന്ന് വന്ന ഓർഡർ അല്ലേ. എന്നാൽ ഫസ്റ്റ് ഞാൻ ചെയ്തത് ചിക്കൻ അതുകൊണ്ട് തന്നെ ചെറിയ പീസാക്കിയിട്ടോ വാങ്ങിയിട്ടുള്ളത്. എന്നാൽ പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടും. അപ്പം നമ്മുടെ മുട്ടമാലയുടെ മുട്ട സാധനങ്ങളൊക്കെ റെഡിയായി വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ എ ടു സെറ്റ് തുടങ്ങണം. നമ്മൾ 6 മണിയാവാനായിട്ടുണ്ട് കേട്ടോ. രാത്രി 9:30ക്ക് അവർ ഫുഡ് എടുക്കാൻ വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സമയത്തേക്ക് നമുക്ക് മുട്ടമാല ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കണം. എല്ലാം ഒറ്റക്കാണ് ചെയ്യുന്നത്, നിങ്ങൾ ഓർക്കണം. ഒരു ഹെൽപ്പിന് ഒരാൾ പോലും നമുക്കില്ല കേട്ടോ. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി തൊലി കളഞ്ഞത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ട്, അത് മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ റെഡിയാക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഫസ്റ്റ് മുട്ടമാലയുടെ വെള്ളം ഞാൻ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ കത്തിച്ചിട്ടാട്ടോ വെക്കുന്നത്. എന്നിട്ടാണ് മുട്ട ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു സമയം കൊണ്ട് നല്ലപോലെ അത് മെൽട്ടായി പഞ്ചസാര ലായനിയായി വന്നിട്ടുണ്ടാവും. നിങ്ങൾ മുട്ട ഇങ്ങനെ കഴുകിയിട്ട് തന്നെയാണോ മുട്ടമാല എപ്പോഴും ഉണ്ടാക്കാറ്? ഞാൻ മുട്ട കഴുകാതെ മുട്ടമാല ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ദഹിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ മുട്ടമാല കഴിക്കാൻ കഴിയില്ല. ഭയങ്കര ഒരു അറപ്പ് പോലെ ഒരു ഫീലാണ്, ഭയങ്കര ഓക്കാനം വരും എനിക്ക്. ചില സമയത്ത് നമ്മൾ മുട്ട എന്തായാലും നമ്മളെ നാട്ടിൽ കിട്ടുന്ന മുട്ട എന്ന് പറഞ്ഞാൽ ഒട്ടും വൃത്തി ഉണ്ടാവില്ല, ഭയങ്കര പൊടി പിടിച്ചിട്ടുള്ള മുട്ടയായിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് പുറം രാജ്യങ്ങളിലൊക്കെ മുട്ട നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നല്ലപോലെ മുട്ട കഴുകിയെടുത്ത് അത് തുടച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 100 മുട്ടമാലയൊക്കെ വന്ന ഓർഡർ വരുന്ന സമയത്ത് ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ചൊരു ടാസ്ക് എന്ന് പറഞ്ഞത് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഫിഷ് എത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഓട്ടോയിൽ വിളിച്ച് പറഞ്ഞിട്ട് അവർ കൊണ്ടുത്തരാട്ടോ ചെയ്തത്. അത് വാങ്ങി വെച്ച് ഫിഷ് കഴുകാനൊന്നും നിന്നിട്ടില്ല. മുട്ട മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് മാറ്റി പഞ്ചസാരയിൽ വെള്ളം ഒഴിച്ച് ആ ഒരു പഞ്ചസാരയുടെ കച്ചറ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണമല്ലോ, അതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഓർഡർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ട് ചെയ്യാൻ നമുക്ക് അറിയണം കേട്ടോ. ഒറ്റക്കൽ നമ്മൾ ചെയ്തെടുക്കും. ഫസ്റ്റ് നമ്മൾ ഓർഡർ സ്വീകരിക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ അളവിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻറ്റ് ഇല്ല. പുറത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി സൂക്ഷിക്കണം. നമ്മളെ വീട്ടിലേക്ക് ആൾക്കാർക്ക് സെർവ് ചെയ്യുന്നത് പോലെയല്ല പുറത്തേക്ക് നമ്മൾ പൈസ വാങ്ങിയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ ഓർഡർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ മുട്ടമാല വലിച്ചെടുക്കുന്നുണ്ട്. ഇന്നത്തെ മുട്ടക്ക് കളറ് വളരെ കുറവായിരുന്നു കേട്ടോ. മഞ്ഞക്ക് ചില സമയത്തുണ്ടായിരുന്നു മഞ്ഞ തീരെ കളറില്ലാതെ കിട്ടുന്നത്, അങ്ങനെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഞാൻ സ്പീഡായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് മഗ്‌രിബിനേക്ക് മുട്ടമാലയുടെ പണി കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു ടാർഗറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കണമെന്ന്, എനിക്ക് ഭയങ്കര മടിയാട്ടാ. അത് ഭയങ്കര ചമ്മലാണ്. പിന്നെ നമ്മൾ ബിസിനസ്സിനെല്ലാം വേണ്ടിയിട്ട് നമ്മളങ്ങ് സംസാരിക്കുന്നതാണ്. അതെല്ലാം ഞാൻ ഒരുവിധം ഒപ്പിച്ച് എടുക്കുന്നതാണ്. ഭയങ്കര ഒരു ചമ്മല. അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എല്ലാവരും മുന്നിൽ അങ്ങനെ ഭയങ്കര പ്രസൻറ്റ് ചെയ്യാനൊന്നും എനിക്ക് അറിയില്ല, സംസാരിക്കാനൊന്നും. പിന്നെ ഒപ്പിച്ചിങ്ങനെ നമ്മളെ ചാനൽ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നത്. കാര്യം ഈ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ ചാനലിൽ കൊടുത്തതിന് ശേഷം നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് എന്താ പറഞ്ഞതെന്നറിയില്ല. പിന്നെ അതുമല്ല, കുറേ ആൾക്കാർക്ക് ഓർഡർ എടുക്കുന്നുള്ള കൺഫ്യൂഷൻ പറയുന്നുണ്ട്. ഒരു കൺഫ്യൂഷനും വേണ്ട, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുക, ഫോട്ടോസ് വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ അല്ലേ നമ്മളിപ്പോൾ കിച്ചണിൽ ഉണ്ടാക്കുന്ന ആരെങ്കിലും അറിയണ്ടേ? നമുക്കിങ്ങനത്തെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമെന്ന് ആർക്കും അറിയാൻ പറ്റുക? നമ്മളെ സ്വന്തം റിലേറ്റീവ്സിന് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റാറ്റസ് വെക്കുക. പിന്നെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിലെല്ലാം നമ്മൾ വോയിസ് അയക്കാം. നമ്മളിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമുണ്ട്, ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ. പിന്നെ നമ്മളെ കാറ്ററിങ്ങിന് ഒരു പേരിടുക. അതൊക്കെ നല്ലൊരു ഐഡിയ കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഓർഡർ പിടിക്കേണ്ടത്, എങ്ങനെ കിട്ടും, നമ്മളെ സൈഡിലൊന്നും ഓർഡർ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ. പക്ഷേ ചിലപ്പോൾ എത്ര ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും ഒരുമിച്ചിട്ട് ചിലപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ ആയിരിക്കും നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ടാകും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അവർ 2-3 ഐറ്റംസ് ഉണ്ടാക്കും, ബാക്കി 2-3 ഐറ്റംസ് നമുക്ക് തരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. സമയം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ എല്ലാവരും സെജി എന്ന് വിളിക്കുന്നില്ല, അതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഹസ്ബൻഡ് വീഡിയോയിൽ വിളിച്ചു കൊണ്ടായിരിക്കാം നിങ്ങളും അങ്ങനെ വിളിക്കുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ അങ്ങനെ സെജി എന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ എന്നെക്കാട്ടും പ്രായം കുറഞ്ഞവനും കൂടിയവരും ഒക്കെ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ ഇത്താന്ന് വിളിക്കുന്നുണ്ട്, അതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളെ ഇത്താന്ന് വിളിച്ചാലോ അല്ലെ ആൻറ്റീന്ന് വിളിച്ചാലോ അതൊന്നും എന്നെ ബാധിക്കുന്നൊരു വിഷയമല്ല. നമുക്ക് പ്രായമുണ്ട്, അതെല്ലാം ഉൾക്കൊള്ളാനുള്ള മനസ്സും ഉണ്ട്. പക്ഷെ മനസ്സിപ്പോഴും 16ആണ്, അതിനൊരു മാറ്റവും. നമ്മൾ 10-40 വയസ്സായി, അതൊക്കെയാണ്. പക്ഷെ നമ്മളെ മനസ്സിപ്പോഴും 16 തന്നെ കിടക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? വയസ്സ് കൂടിയെന്ന് വിശ്വസിക്കാൻ പറ്റൂലല്ലോ. ഇന്നലെ ഞായറാഴ്ച എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞു ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണം എന്ന് പറയും എല്ലാവരും എടുത്തു. മക്കളൊക്കെ കല്യാണ പ്രായം എത്തി ഫ്രണ്ട്സിൻ്റെ ഒക്കെ.
അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ നിങ്ങളിങ്ങനെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വന്നതാണ്. എനിക്ക് ഭയങ്കര ചമ്മല ആ ഒരു ഡ്രസ്സിൻ്റെ വീടൊക്കെ മാത്രമല്ലേ ഞാൻ ഫേസ് ടു ഫേസ് ആയി വരുന്നത്, വല്ലപ്പോഴേ വരാറുള്ളൂ. അത് അടിപൊളി മുട്ടമാല കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇന്ന് ഒരു ഫിഷ് ബിരിയാണിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുറേ ആൾക്കാർ എന്നെ വിളിച്ച്, ഒരു മിനിറ്റ്, പിന്നെ എൻ്റെ കോലം നിങ്ങൾ നോക്കണ്ട, കാരണം ഓർഡർ എടുക്കുന്ന ദിവസം നിങ്ങൾക്ക് അറിയാലോ, ഒരു മാക്സി ഇട്ട് ഒരു ഷോളും ചുറ്റിക്കെട്ടി അങ്ങ് ഇറങ്ങും ഞാൻ. അല്ലാണ്ട് നമുക്കിപ്പോൾ ഭയങ്കര മൊഞ്ചായിട്ടൊന്നും കിച്ചണിന് സ്വതവേ ഞാനങ്ങനെ നടക്കുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ മാക്സി മാത്രം ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ ഒരു തട്ടൻ തലയിൽ ചുറ്റിക്കെട്ടി എൻ്റെ പണി അങ്ങ് സ്പീഡായിട്ട് അങ്ങ് എടുക്കും കേട്ടോ. രാവിലെ ഒരു മുടി വാരിക്കെട്ടി അത്ര തന്നെ, അല്ലാതെ വേറെ മൊഞ്ചാൽ പരിപാടിയൊന്നുമില്ല. ഇനി വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചിട്ടുമില്ല. ഒരു ലിപ്സ്റ്റിക് ഇടാനോ ഒരു കണ്ണെഴുതാനോ ഒന്നും മര്യാദയ്ക്ക് അറിയാത്ത ഒരാളാണ്. അതുകൊണ്ട് അത് വെച്ചിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഞാനിപ്പോൾ ഒരു മാക്സി ഒരു ഷോളും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഇട്ടിട്ട് ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ജോലി തീരുന്ന പോലെ ഉണ്ടാവും. നേരെ കുറച്ച് ചുരിദാർ വലിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ലോ ആണ്. പിന്നെ ചുരിദാർ ഇടാനുള്ള മടി എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ പാൻറ്റോട് കൂടി ബാത്റൂം പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് വെക്കണം. നമുക്ക് 5 റോൾ കൊടുക്കാൻ തന്നെ അത് കഴിച്ച് മാറ്റണം. അതൊക്കെ കൊണ്ട് എപ്പോഴും ഇഷ്ടപ്പെടുന്നൊരു ചോയ്സ് എന്ന് പറഞ്ഞാൽ മാക്സിയാണ്. കുറേ ആൾക്കാർ പറയുന്നത് എന്തിനാ എപ്പോഴും മാക്സി ഇടുന്നത്, നിങ്ങൾക്ക് പിന്നെ ചുരിദാർ ഇട്ടാൽ നല്ല ഭംഗിയുണ്ട്, ചുരിദാർ ഇട്ടിട്ട് വന്നൂടെ എന്നൊക്കെ, എത്ര ചുരിദാർ ഇട്ട് കാണാനാണ് നല്ലതെന്നൊക്കെ. അപ്പോൾ ചുരിദാർ ഇടാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അന്ന് ജോലിയൊന്നും ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, ചുരിദാർ ഇട്ടുന്നോളാം. ഇങ്ങനെ തിരക്കെ പിടിച്ച് ജോലിയെല്ലാം ചെയ്യുന്ന സമയത്ത് ചുരിദാർ ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ആരാണോ എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഫേസ് ഫേസ് ആയിട്ട് സംസാരിക്കണമെന്ന്, സന്തോഷമായില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് എൻ്റെ ഒരു ശക്തി. ഞാനൊക്കെ ചാനൽ നിർത്തിയതാണ്. സത്യം പറഞ്ഞാൽ ആ ചാനലിൽ ആളെ നിർത്തി കിടപ്പുണ്ടെങ്കിൽ ഇത്രയും സ്നേഹം എനിക്ക് കിട്ടുവാനാ. എവിടെ നിന്നൊക്കെയോ കാണാത്ത ആൾക്കാർ ഇത്രയും സ്നേഹത്തിൽ സംസാരിക്കുമ്പോൾ, ഒരു മോളെ പോലെ, ഒരു അനിയത്തിനെ പോലെ, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിനെ പോലെ ഒക്കെ കാണുന്നുണ്ട്. പറയുമ്പോൾ കുറച്ച് ആൾക്കാരുള്ള ചാനലല്ലേ നമ്മൾ, അത്ര വലിയ ആൾക്കാരൊന്നും ഇല്ലല്ലോ. അതുമല്ല ഇന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റീസ് എല്ലാം യൂട്യൂബ് ചാനലുള്ളതാണ്. അതിൻ്റെ ഇടയിൽ എന്നെപ്പോലെ ഒരാളിങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹം കിട്ടാമെന്ന് പറയുമ്പോൾ എനിക്കിതേ വേണ്ടു, വേറൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാനും മറ്റങ്ങനെ തന്നെ പറയാം കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ പണി നടക്കുന്നില്ല, സമയം പോകുന്നുണ്ട്, മാരി പോകാൻ കൊടുക്കാനാകുന്നുണ്ട്. വേഗം മുട്ടമാല വലിച്ചു വെച്ചിട്ട് പോയിട്ട് നിസ്കരിച്ച് വന്നിട്ട് നമുക്ക് ചോറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും മുട്ടമാലേൻ്റെ ആ ഒരു പരിപാടിയുടെ കഴിഞ്ഞ് പിഞ്ഞാണത്തപ്പം വേവിക്കാനിട്ടിട്ട് നിസ്കരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഒഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഒരു സൈഡിൽ മസാല, ഒരു സൈഡ് ചോറ്, അങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് പണി അയച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട സ്ഥലത്ത് ആദ്യം നമ്മൾ ഒരു കാറ്ററിങ്ങിൻ്റെ പേര് കണ്ടുപിടിക്കുക. എന്നിട്ട് നല്ലൊരു നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ഫോട്ടോവും ആ ഒരു കാറ്ററിങ്ങിൻ്റെ നെയിമും നിങ്ങളുടെ നമ്പറും വെച്ച് ഒരു എന്താ പറയുക, ഒരു സ്റ്റാറ്റസ് വാട്സപ്പിൽ വെക്കുക. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പിലേക്കെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരും. നമുക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനൊരു വഴി, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതാണ്. അവൻ്റെ പഠിച്ചവൻ എനിക്കൊരു വഴി തുറന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ നിങ്ങൾ ഒരു ആഗ്രഹിച്ചാൽ, നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു വഴി തുറക്കും. പിന്നെ മടിയല്ല മാറ്റി വെക്കുക. മടി എന്ന് പറയുന്ന സംഭവം ഉണ്ടാ ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല. കുറച്ച് കഷ്ടപ്പെടാണ്ട് ഒന്നും കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുട്ടമാലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ ഒരു സീറ് കൂടിപ്പോകുമെന്ന് പറയും നമ്മളിവിടെ. അങ്ങനെയുണ്ട്. മുട്ടമാല ഇങ്ങനെ വൃത്തിയിൽ കഴുകി കിട്ടുന്നൊരു മുട്ടമാല, അത് പ്രത്യേക ടേസ്റ്റ്. ഞാൻ പുറത്തൊന്നും പോയിരുന്നു മുട്ടമാല കഴിക്കില്ല കേട്ടോ. എനിക്കൊരു വിശ്വാസം, ആ മുട്ട കഴുകാതെയാണോ മാല വലിച്ചത് എന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് ഞാൻ കഴിക്കൂല കേട്ടോ. ഞാനിങ്ങനെ നമ്മളറിയുന്ന ആൾക്കാരെടുത്തത് ഞാൻ വലിക്കുന്ന മുട്ടമാല ഇഷ്ടം പോലെ കഴിക്കും. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം, ബാക്ക് ക്യാമറ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ബാക്കി പറയാം. അപ്പോൾ നമ്മുടെ മുട്ടമാല ഇതാണ്. ഞാൻ മുട്ടമാല ഉണ്ടാക്കിയത് 30 മുട്ടയുടെ മാലയാട്ടോ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് നമ്മൾ ചെയ്താൽ നല്ല പോലെ മഞ്ഞക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ എടുക്കുന്ന ആളടുത്ത് ചോദിക്കണം എങ്ങനെയാണ് പിഞ്ഞാണത്തപ്പം വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഗ്യാസ് സ്റ്റോപ്പിൽ കായ്പോള പോലെല്ലോ ആ ഒരു രീതിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു. ചില ആൾക്കാർക്ക് ആവിയിൽ വേവിച്ചിട്ട് തന്നെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ മഗ്‌രിബിന് മുമ്പേ ഞാൻ പിഞ്ഞാണത്തപ്പം വേവിക്കാമെന്ന് വെച്ചിട്ട് കഴിഞ്ഞിട്ടില്ല, മഗ്‌രിബിന് ശേഷമാണ്. അതോടൊപ്പം എൻ്റെ ഖുർആൻ പാരായണം ഇങ്ങനെ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് നമ്മൾ
ചെയ്യുന്നുണ്ട്. പണ്ടെല്ലാം എൻ്റെ ഉമ്മാമെല്ലാം പറയും മരുവിന് ഇഷാൻ്റെ ആ ഒരു സമയത്ത് കിച്ചണിൽ കയറി സമയം കളയാൻ പാടില്ല എന്നുള്ളത്. ആ ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാവും കേട്ടോ എനിക്ക്. ആ ഒരു ചെറുപ്പത്തിലെല്ലാം സ്കൂളിൽ നിന്ന് വന്ന് തിരിഞ്ഞ് കളിച്ച് മരുവ് വാങ്ങുകൊടുത്തതിന് ശേഷമായിരിക്കും കിച്ചണിൽ പോയിട്ട് എല്ലാം ഫുഡെല്ലാം കഴിക്കാൻ നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഹാബിറ്റ് ഇല്ല. നമ്മളെ ജോലിയും നടക്കണം, അതിനോടൊപ്പം നമ്മളെ പ്രാർത്ഥനയും നടക്കണം, എല്ലാ കാര്യങ്ങളും ഒരേപോലെ നടക്കണ്ടേ. അപ്പോൾ ഫിഷെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അത് മസാല പുരട്ടി വെച്ച് അരി കഴുകി കുതിർത്ത് വെച്ച് ബിരിയാണി മന്തിയെല്ലാം വെക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ റെസിപ്പിയിൽ പറയുന്നതാണ്, കുറച്ച് മുമ്പേ അരി സോക്ക് ചെയ്താൽ കുറച്ചുകൂടി അരി സോഫ്റ്റ് ആകാൻ നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെക്കണം. ആ ഒരു സമയത്ത് നമുക്ക് ഉള്ളി കട്ട് ചെയ്യട്ടാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് തൊലി കളഞ്ഞ കയ്യിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒറ്റയ്ക്ക് ബിരിയാണിയെല്ലാം വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പല പല ട്രിക്ക് ഉപയോഗിച്ചിട്ടെല്ലാം ആക്കുക. ഈ ഒരു സമയം കൊണ്ടില്ലേ നമ്മൾ പിഞ്ഞാണത്തപ്പോൾ വെന്ത് കഴിഞ്ഞ് അത് മാറ്റി വെച്ച് ഞാനൊരു ചെമ്പിലേക്ക് ഉള്ളി വാറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല. നെയ്യ് ഒഴിക്കണമെങ്കിൽ എനിക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്ത ആ ഒരു വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉള്ളി എപ്പോഴും വഴറ്റിയെടുക്കുക കേട്ടോ. ഫിഷ് ബിരിയാണീൻ്റെ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല വെളിച്ചെണ്ണയിലാണ് ഞാൻ ബിരിയാണിയും വെക്കുന്നത്, മസാല ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടിയുണ്ട് തന്നെ നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്തെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അത്ര ലാഭം കിട്ടില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ആൾക്കാരോട് എനിക്കിപ്പോൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും വെളിച്ചെണ്ണയിലാണോ മസാല വേണ്ടത് എന്നൊക്കെ. എന്നിട്ട് നമ്മൾ പിന്നെ അങ്ങനെ ചോയ്സ് അനുസരിച്ച് ചെയ്തു തരുന്ന ചിലപ്പോൾ ആൾക്കാരുണ്ടാവും നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ ഒന്നിനും വഴങ്ങില്ല, പൈസയും വളരെ കുറച്ചിട്ടേ തരാൻ പറ്റുള്ളൂ, എന്നാലും നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടുകയും വേണം. അങ്ങനത്തെ ആൾക്കാർ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഓർഡർ നിങ്ങൾ എടുക്കണ്ട കേട്ടോ, അങ്ങനെയേ ഞാൻ പറയുള്ളൂ. കഷ്ടപ്പെടാനും കഴിയില്ല, പൈസ ചിലവാക്കാനും കഴിയില്ല, എന്നാലോ നല്ല ഫുഡും കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. വീട്ടിൽ നിന്നുള്ള ഇത്രയും വൃത്തിയുള്ള ഫുഡ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് പേയ്മെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങളൊരു വരുമാനമാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതിന് മേലെ വില വീശാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇപ്പോൾ മെസ്സേജ് അയച്ചൊരു കാര്യമാണ്, പൈസ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം വരുന്നത് എന്നുള്ളത്. അപ്പോൾ പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് കയ്യിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കാം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണ്ട. അവരത്രയും കഷ്ടപ്പെട്ട് പിന്നെ അത്രയും അവരുടെ ടൈമും എത്രയോ കാര്യങ്ങൾ ഉണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കി വരാനായിട്ട്. അപ്പോൾ അതെപ്പോഴും ചിന്തിച്ചിട്ട് നിങ്ങൾ ഓർഡർ എടുത്താൽ മതിയേ. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആദ്യം പറയാൻ തരുമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോൺ വന്ന് ആ ഒരു കാര്യം അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നോട് സ്ട്രിക്റ്റ്ലി ഓർഡറാണ് ഫുഡിൻ്റെ ഇനി ഓർഡർ എടുക്കണ്ട എന്നുള്ളത്. കാരണം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം അറിയുന്നതുകൊണ്ട് തന്നെ 9:30 ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെമ്പ് നല്ല ചൂടുണ്ട് കേട്ടോ. വണ്ടിയിൽ എങ്ങനെയാണ് വെക്കാമെന്ന് അറിയില്ല. ഞാനൊരു എക്സ്ട്രാ തുണിയൊക്കെ കൊടുത്ത് അത് അടിയിൽ വിരിച്ചിട്ടാണ് നമ്മൾ ചെമ്പ് അവർ കാറിൽ വെക്കുന്നതാണല്ലോ. അങ്ങനെ ഫുഡ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഓർഡർ എടുക്കുന്ന കുറേ ഡൗട്ട്സ് എനിക്ക് പറഞ്ഞ് മടുത്തോണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ടെൻഷനില്ലാതെ നിങ്ങൾ ഓർഡർ എടുത്തോ, ഒരു പ്രശ്നവുമില്ല. നല്ല ടേസ്റ്റിൽ കൊടുക്കുക. ആദ്യമേ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യുക. നമ്മൾ ഓർഡർ എടുക്കുന്ന ആൾക്കാരുമായിട്ട് ആദ്യം സംസാരിക്കുക, നമ്മളെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയുക. ഇന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഇത്ര പൈസ നമുക്ക് വേണം, ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക, ഓക്കെ അല്ലെങ്കിൽ ചെയ്യണ്ട. അതാണ് നമ്മളെ ഒരു പോളിസി എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഹോംലി ഫുഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വാല്യൂ ഉണ്ട്, അതിൻ്റെതായ നമുക്ക് പേയ്മെൻറ്റും ഉണ്ടാവും. നേരെ മറിച്ച് ഹോട്ടലുണ്ടല്ലോ ഇഷ്ടം പോലെ, അവരങ്ങനെയാണ് അങ്ങനെ വാങ്ങിച്ചോട്ടെ. അപ്പോൾ ഇത്രയും വൃത്തിയിൽ ഇത്രയും നീറ്റായിട്ട് കിട്ടുന്ന ഫുഡിന് ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. എൻ്റെ ഒരു ഏരിയയിൽ നിന്നെല്ലാം പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫുഡിന് ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് വയ്യാത്തതുകൊണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം നന്നായിട്ട് ഇരിക്കാമെന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. മാക്സിമം നമുക്ക് ഒരു സേവിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടാം. ലാസ്റ്റ് ഞാൻ കുറച്ച് ചോറ് രാത്രി അങ്ങനെ ചോറ് കഴിക്കലില്ല, പക്ഷേ ഇന്നൊന്നും വേറെ കുക്ക് ചെയ്യാൻ നമുക്ക് ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇത്തിരി ചോറ് എടുത്തിട്ട് ഒരു സ്പൂൺ ചോറ് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അതിങ്ങനെ വായിൽ വെക്കുന്നത് വരെ ടെൻഷനാണ് കേട്ടോ. അൽഹംദുലില്ലാ അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയപ്പോൾ ഓക്കെ. അത് അവരെ കയ്യിലെത്തി അവർ ഓക്കെ ടേസ്റ്റ് എന്ന് പറയുന്നവരേ ഒരു നെഞ്ചിടിപ്പാണ് കേട്ടോ. ഈ ഫുഡിൻ്റെ ഓർഡർ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് തന്നെയാണ്. പക്ഷേങ്കിൽ എന്തെങ്കിലും റിസ്ക് എടുത്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ രാത്രി ഒരുപാട് ലേറ്റായി, ഇനിയിപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാതെ പോയി കിടക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് കൊണ്ട് പറ്റാത്ത കാര്യം കേട്ടോ. ഇവിടെ പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ചെറിയൊരു ശബ്ദം ഇതിന് ഇടയിൽ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ക്ലിയർ ഇല്ലെങ്കിൽ സോറി കേട്ടാ. പിന്നെ ഞാൻ രാത്രി തന്നെ തുടച്ച് കളഞ്ഞു, കാരണം മുട്ടമാലയൊക്കെ വലിച്ചാൽ നമ്മൾ കിച്ചണൊന്നും ക്ലീൻ ചെയ്യാണ്ട് പോയി കിടക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല കേട്ടോ. അപ്പോൾ 10:20 ഫുൾ ക്ലീനിങ് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് 10:20 ടൈമായിട്ടുണ്ട്. ഇനിയൊന്നും പണിയില്ല കേട്ടോ. എനിക്ക് ഇനി ഒന്ന് കുളിക്കണം, മേലെഴുകണം, നിസ്കരിക്കണം, കിടന്നുറങ്ങണം. ഒരു 11:15 ആകുമ്പോഴത്തേക്ക് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങും. പക്ഷേ എങ്കിൽ എല്ലാം കഷ്ടപ്പാട് കഴിഞ്ഞ് നമ്മളെ കയ്യിലേക്ക് ആ ഒരു പൈസ വരുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ, അത് മാത്രം ഓർത്താൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ ഓർഡർ കിട്ടിയിട്ട് കുറേ ആൾക്കാർ അപ്പത്തിൻ്റെ ഒക്കെ ഓർഡർ കിട്ടി ആൾക്കാർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ഓർഡറൊക്കെ കിട്ടട്ടെ. ഇതേപോലെ കുറേ ടിപ്സ് ഉണ്ട്, ഞാൻ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വീഡിയോകൾ പറഞ്ഞുതരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്രയേ ഉള്ളൂ.